ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു തുടക്കമായിട്ടാണ്. അത് ന്യൂ ഇയറിന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വിചാരിക്കും കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലുള്ള കുഞ്ഞു കുഞ്ഞു ചാനൽ എന്നെ പോലെ കുഞ്ഞു കുഞ്ഞു ചാനലുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ. യൂട്യൂബേഴ്സ് തന്നെ പറയാം നമുക്ക് നമ്മളെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുഞ്ഞൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ചാനലിൽ ഇനി ഫുൾ ഇങ്ങനത്തെ രീതിയിലുള്ള കണ്ടന്റ് അല്ല വരിക. ചാനലില്ലാത്തൊരു ദൈവം ഇതാണ്, സബ്സ്ക്രൈബ് പോവാതിരിക്കുക. അതായത് ഞാൻ ചെറിയൊരു സൈഡിൽ നിന്നുള്ള പോലെ നമ്മളൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് പോകാനായിട്ടുള്ള വലിയൊരു കാരണമുണ്ട്. വേറൊന്നുമല്ല, കുറേ പേര് എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഇപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു മേളം തന്നെയാണ്. കുറേ പേരിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട്. ചിലർ സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല, അതായത് ചാനൽ പോലും സ്റ്റാർട്ട് ചെയ്യാണ്ട് അവർ വന്നിട്ട് ചോദിക്കുന്നത്, ചേച്ചി ഞാൻ അങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ചേച്ചി സപ്പോർട്ട് ചെയ്യുക. ചാനൽ തുടങ്ങാൻ പോകുന്ന ചാനലിൽ ഞാൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുക എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ നല്ല ആ ചാനൽ സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് സെറ്റാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ എന്ത് പറയാനാ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഇടുക. ഇപ്പം ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചത്ത് വീഡിയോ ഇട്ടിട്ടും എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പേരുണ്ടാവുമല്ലോ, വീഡിയോസ് ഇട്ടിട്ടും ഒരു എന്താ പറയുക, ഒരു വ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡൗൺ ആയി പോകുന്ന കുറേ പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഏതാന്നൊക്കെയുള്ളത് ഞാൻ വേഗം ഡീറ്റെയിലായിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇത് എത്ര പേര് കാണുന്ന പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ്, ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്നുള്ളൊരു മൈൻഡിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ വേണ്ടി പോണ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ളത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷനിലാണ് ഞാൻ പറയാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഇതെങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഈ ചാനലിൻ്റെ സൈഡിൽ കൂടെ എങ്ങനെയാണ് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ വർക്കാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതിന് താഴെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് ഇടുന്ന ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് വരുന്ന കമൻറ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന അങ്ങനെ ചാനലിലുള്ള ഒരു എന്താ പറയുക, ചാനലിലുള്ള ഒരാൾ കമൻറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് വരുന്ന കമൻറ്റ് നമ്മുടെ ഈ ഒരു വീഡിയോന് താഴെ പിൻ ചെയ്ത് വയ്ക്കും. ഈ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചാനലുണ്ടല്ലോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേര് അല്ലെങ്കിൽ 5 പേരെങ്കിലും ഈ ഒരു ചാനലിൽ കയറി ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ആ ഒരു ചാനലിൻ്റെ ആൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോണതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോണത്. ഇതുവരെ മനസ്സിലായെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാവും ഗൈസ്. അപ്പോൾ ഈ ഒരു കമൻറ്റ് ഇടാൻ പോണ വ്യക്തി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ കമൻറ്റ് ഇട്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഒരു 1 വീക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ ഇടണം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ ഇടുന്നത് വെനസ്ഡേ ആണ്, നാളെ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ, ഈ 4 ദിവസങ്ങളിൽ എന്തെങ്കിലും വീഡിയോ, ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ എന്ത് കണ്ടന്റാണെന്ന് കിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്തെങ്കിലും ഗെറ്റ് റെഡി വിത്ത് മിയോ അല്ലെങ്കിൽ അതൊക്കെ എടുക്കാൻ ഇപ്പോൾ അത്ര എന്താ പറയുക കണ്ടന്റ് ആലോചിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്ത് ടൈപ്പ് കണ്ടന്റ് ഇടുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കുഞ്ഞു ഷോർട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു ലോങ് വീഡിയോ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് കൂടി കുറച്ചുകൂടി കൂടുതൽ കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള കണ്ടന്റ് പെട്ടെന്ന് ഇന്ന് തന്നെ ആലോചിച്ചിട്ട് ഈ ഒരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ, ഈ ഒരു ചാനൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കമൻറ്റിൻ്റെ ചാനൽ എടുത്ത് കയറി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ഈ വരുന്ന 4 ദിവസം ഈ ഒരു വ്യക്തി വീഡിയോ ഇടും. നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണല്ലോ ഇത്. അപ്പോൾ ആ ഒരു ആൾക്ക് പെട്ടെന്ന് കണ്ടന്റ് കിട്ടൂലെന്നൊന്നും നമുക്കറിയില്ല, എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഞാനടക്കം ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ആൻഡ് ഈ വരുന്ന 4 ദിവസം നിങ്ങൾ 5 മണിക്ക് നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ എന്തായാലും കറക്റ്റായിട്ട് നോക്കും. ബാക്കി ഈ വീഡിയോ കാണുന്ന എത്ര പേര് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഈ ഒരു 4 ദിവസം നിങ്ങളുടെ വീഡിയോ ഈ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റിൻ്റെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ വൈകുന്നേരം വീഡിയോ ഇടുകയാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണും. അതിനുശേഷം ഇനി വരുന്ന 4 ദിവസമല്ല കേട്ടോ ഗൈസ്, തേഴ്സ്ഡേ പോട്ടെ, ഒരു ദിവസം നിങ്ങൾക്ക് കണ്ടന്റ് ആലോചിക്കാനുള്ള ടൈം എടുത്തോളൂ. വെള്ളിയാഴ്ചയും വെള്ളി ശനി 2 ദിവസം ഇട്ടാൽ മതി. 2 ദിവസം നിങ്ങൾ വൈകുന്നേരം 5 മണിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ആ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും ആ ഒരു 2 വീഡിയോ ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഫുൾ ആയിട്ടിരുന്ന് കണ്ടിട്ട് ഞാൻ ഒരു ഞായറാഴ്ച ആ ഒരു വീഡിയോൻ്റെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഈ ഒരു ചാനലിൽ ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ കമൻറ്റിൻ്റെ ആ ഒരു ചാനലിൽ കയറിയിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട്
ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ എന്തൊക്കെ തിരുത്തലുകളാണ് ഇനി വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, ചിലപ്പം കുറച്ച് ലേഗായിട്ടായിരിക്കും അവർ വീഡിയോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഞാൻ ആ ഒരു സൺഡേ വന്നിട്ട് പറയാൻ വേണ്ടി പോകണം. അപ്പോൾ ആ ഒരു ചാനൽ ഞാൻ മെൻഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ് ഈ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റ്, അതായത് ഫസ്റ്റ് ഇടുന്ന കമൻറ്റിൻ്റെ ആൾക്ക് വ്യൂസ് മണിക്കൂർ കിട്ടും അല്ലോ. പിന്നെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ടും അത് തിരുത്താനായിട്ടും പറ്റും. ഈ ഒരു ബാക്കി കാണുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഒരു 5-10 പേരെങ്കിലും കാണുന്നുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. മനസ്സിലായി? ഇപ്പോൾ ഞാൻ വേറൊരു ആളുടെ ചാനൽ പിൻ ചെയ്ത് വെച്ചു, ആളുടെ വീഡിയോ ഒരു 1 വീക്ക് കണ്ടതിന് ശേഷം ഞാനൊരു എന്താ പറയുക, ആ ഒരു വീഡിയോസിൻ്റെ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തിരുത്തലുകൾ തിരുത്തണം, എന്തുകൊണ്ടായിരിക്കും വീഡിയോ റീച്ച് ആവാത്തത്, ഇപ്പോൾ തമ്പനിയിലെ പ്രശ്നമായിരിക്കാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ ആ വീഡിയോ കാണുമ്പോഴേക്കും അതിൽ ഇനിയും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊരു ചാനലിലുള്ള ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ തിരുത്തണം, ഇന്ന രീതിയിലായിരിക്കും വീഡിയോ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റ് ഒരു ഇതൊക്കെ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല നല്ല കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് അധികം കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിട്ട് അറിയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആൾക്കാർ 1-2 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ 2 പേരെങ്കിൽ 2 പേര് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഈ ഒരു സംഭവത്തിനോട് എന്തെങ്കിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. ഒന്നെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിലായിട്ട് പറഞ്ഞു തന്നാൽ ഞാൻ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നിലവിൽ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോന് താഴെ നിങ്ങൾ യൂട്യൂബ് ചാനലുള്ള വീഡിയോ ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് വരുന്ന ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കും. ചാനലൊന്നും ഇല്ലാത്ത ഒരാളാണ് ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പിൻ ചെയ്യില്ല. ചാനലൊക്കെ ഉള്ള ഒരാളുടെ അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് വരുന്നത് വെച്ചാൽ ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ട് ആ ഒരു ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ എന്തായാലും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഈ വരുന്ന, അതായത് നാളെ വ്യാഴമാണ്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക. 2 ദിവസം, ഈ 2 ദിവസം ആ ഒരു വീഡിയോ ഫുൾ ഞാൻ കണ്ടതിന് ശേഷം ഞായറാഴ്ച ഞാൻ ആ ഒരു വീഡിയോനെ പറ്റിയിട്ട് ആ ഒരു ചാനലിലും അതുപോലെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ അടുത്ത ചാനലിൻ്റെ പേര്, അല്ലെങ്കിൽ ചിലർക്ക് നാണക്കേട് ഉണ്ടായിരിക്കും എൻ്റെ ചാനലിൻ്റെ പേരൊന്നും പറയണ്ട അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യേണ്ട, അത് നല്ലത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് അതുപോലെ ആ ഒരു വീഡിയോയ്ക്ക് ഇന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ ആ ഒരു ഞായറാഴ്ച പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ ഒരു ചാനലിലുള്ള വ്യക്തിക്കും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഇത് കാണുന്ന ആ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടും. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ ഒരു വീഡിയോ, ആ സൺഡേ ഇട്ട വീഡിയോന് താഴെ ഫസ്റ്റ് വരുന്ന ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു ആളുടെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് 1 വീക്കാണ് ടൈം ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്ന എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും കണ്ടന്റൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചോളൂ. ഞാൻ പിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സൺഡേ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കമൻറ്റിൻ്റെ വ്യക്തി ആ ഒരു തിങ്കൾ മുതൽ ശനി വരെ, അതായത് 6 ദിവസം, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി 6 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 6 ദിവസവും 5 മണിയാകുമ്പോൾ നിങ്ങൾ വീഡിയോ ഇടണം. നിങ്ങൾ പറ്റാണെങ്കിൽ ഇടണം. നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ, നിങ്ങളുടെ ചാനൽ സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണം. ഞാൻ കണ്ടു നിങ്ങൾ ഇട്ടേ പറ്റൂ അങ്ങനെ പറയണമെന്നല്ല കേട്ടാ. നിങ്ങൾ ഈ ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 5 മണിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് നിങ്ങൾക്ക് പറ്റാവുന്നതിനെ മാക്സിമം എഫേർട്ട് ഇട്ട് എഡിറ്റ് ചെയ്ത് ഈ ഒരു 6 ദിവസം നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 6 വീഡിയോയും ഞാൻ എന്തെങ്കിലും കാണും. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരും അവരും കുറച്ച് പേര് കാണാതിരിക്കും. എന്നിട്ട് ഈ ഒരു സൺഡേ നിങ്ങളുടെ ചാനലിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എഗെയിൻ നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ എന്തെങ്കിലും വേറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറയാനുണ്ടോയെന്ന്. അപ്പോൾ ആ ഒരു ചാനലും അതുപോലെ ആ ഒരു കണ്ടന്റിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ആ ഒരു സൺഡേ സംസാരിക്കും. എഗെയിൻ നമ്മൾ ആ ഒരു വീഡിയോയുടെ താഴെ വീണ്ടും ഒരു നല്ലൊരു ചാനലിൻ്റെ കമൻറ്റ് പിൻ ചെയ്യും. ഇങ്ങനെ സൺഡേ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ സൈഡ് വഴി കൂടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ സാധാ പോലത്തെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരും. ഞാനിപ്പോൾ ഇടുന്ന രീതിയിലുള്ള ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളായിരിക്കും അല്ലെങ്കിൽ യൂട്യൂബുമായിട്ട് റിലേറ്റഡ് അങ്ങനെ പല വീഡിയോസ് നമ്മുടെ ചാനൽ വരും. പക്ഷെ സൺഡേ ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഉണ്ണിക്കുള്ളതുകൊണ്ട് എത്രത്തോളം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സൈഡ് റൂട്ടിൽ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണത്. ഇനിയിപ്പോൾ ഇതിനൊന്നും എനിക്ക് സൗകര്യമില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, പോയിക്കോളൂ. സപ്പോർട്ട് വേണം. അല്ലെങ്കിൽ ചിലരുണ്ടാവും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യണ്ടായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണ്ടായിരിക്കും, പക്ഷെ അങ്ങോട്ട് സെറ്റായി കിട്ടുന്നുണ്ടാവില്ല. കാരണം അവർ ഒരു വീഡിയോ ഒക്കെ ക്ലിക്കായി വന്നാലൊക്കെയാണ് പിന്നെ അങ്ങോട്ടൊക്കെയാണ് സെറ്റായി വരിക. അപ്പം ഞാനും കുറേ നാളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ അത്യാവശ്യം നല്ല വീഡിയോസ് ആണല്ലോ ഇട്ടുന്നത് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞൊരു വീഡിയോ.
സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനലിനടിയിൽ പിൻ ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മാത്രം പോരാ. ഈ 2 ദിവസം, ഇനി വരുന്ന 2 ദിവസം ആൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പോവും. അടുത്ത ആഴ്ച ഞാൻ വേറെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്യും. അങ്ങനെ പോവും. അപ്പം നല്ലൊരു എന്താ പറയുക, വീഡിയോ ഇടാൻ അത്രയും ഉറപ്പുള്ള ഒരാൾ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ പിൻ ചെയ്ത് വെക്കാം, വീഡിയോ കാണാം. ഓക്കെ, ഞാൻ വീണ്ടും പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജും അതുപോലെ കമൻറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ അഭിപ്രായമാണ് എനിക്ക് ഈ ഒരു വീഡിയോന് താഴെ വേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് നമ്മൾ വലിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്, എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതുകൊണ്ട് ഈ ഒരു വീഡിയോ എത്രത്തോളം റീച്ച് ആവും, എത്രത്തോളം പേർക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. കാണുന്ന ഒരു 50 പേര് കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ. ഭയങ്കര ലോങ് ആയൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ എൻ്റെ സൗണ്ടൊക്കെ ഓൾറെഡി അടഞ്ഞിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും. അപ്പോൾ അതുവരെയും ടാറ്റാ.